മാതൃഭൂമി സീഡും അടിവാരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വയനാട് ചുരം സംരക്ഷണ സമിതിയും മാനന്തവാടി അമൃതവിദ്യാലയവും കൈകോർത്താണ് ചുരം സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ആദ്യഘട്ടമായി ചുരം സംരക്ഷണത്തിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ ആലേഖനം ചെയ്ത ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കുന്ന പരിപാടി വയനാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അസ്മത്ത് ഉദ്ഘാടനം ചെയ്തു. ചുരത്തിലെ 20ഓളം പോയിന്റുകളിലാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ചുരത്തെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചുരസംരക്ഷണ സമിതിയുമായി മാതൃഭൂമി അമൃതവിദ്യാലയം, മാതൃഭൂമി സീഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പരിപാടി 20ഓളം സൈൻ ബോർഡുകൾ ഇവിടെ ചുരത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അടിവാരം വയനാട് ചുരം സംരക്ഷണ സമിതിയുടെ 70ഓളം സന്നദ്ധ പ്രവർത്തകരാണ് ചുരത്തിൽ സ്ഥിരമായി സേവനം ചെയ്യുന്നത്. ചുരത്തിലെ മാലിന്യ നിക്ഷേപം തടയൽ, വാഹനയാത്രക്കാർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കൽ, ഗതാഗത കുരുക്കൊഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇവരുടെ സേവനം. മാസത്തിലൊരു തവണ ഉള്ളവർക്ക് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്, വിവിധ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ വയനാട് ചുരത്തിനെ മാലിന്യമുക്തമാക്കുകയും ഇപ്പോൾ സുന്ദരമാക്കുകയെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു. സുന്ദരമാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ വിവിധ നഴ്സറികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ആവശ്യമായ ചെടികൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വേനൽക്കാലം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പരിപാടിയുടെ ഭാഗമായി ചുരത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു. മാതൃഭൂമി ന്യൂസ്, വയനാട്.